കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരാളെ ഞാൻ പോലും അറിയാതെ പുനഃസംഘടന പൂർത്തീകരിച്ച ജില്ലയായിരുന്നു. വീണ്ടും അഡീഷണൽ ലിസ്റ്റ് ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ഞാൻ പോലും അറിയാതെയാണ് അത് പ്രഖ്യാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ്യസംഘടന നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ 4 പേരാണ്? 4 പേരല്ല, ഞാൻ ഉൾപ്പെടെ 21 പേര് ജില്ലാ ഭാരവാഹികളും 2 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ് രാജ്യസംഘടന അറിയിച്ചിട്ടുള്ളത്. സമ്മർദ്ദമാണോ? സമ്മർദ്ദം മാത്രമാണോ അല്ലെങ്കിൽ രാജ്യം നൽകിയിട്ടില്ല. രാജ്യസംഘടന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെ അവർ ഗൗരവമായി കണ്ടില്ലെങ്കിൽ കൃത്യമായിട്ട് രാജിവെച്ച് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ. രാജിവെച്ച് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ നിങ്ങൾ സമാന്തരമായിട്ട് പ്രവർത്തിക്കുക? അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഈ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ തിരിച്ചു വിളിക്കുന്ന സാഹചര്യം UDFന്റെ നേതൃത്വത്തിലുണ്ടായി. ആ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ പങ്കുവഹിച്ചത് പാലക്കാട് ജില്ലയിലെ KSU പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ്. നമ്മൾ ആ യൂണിറ്റ് പറഞ്ഞ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നമ്മൾ പോൾ ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്ക് കൊണ്ടുപോയി. അത് പോൾ ചെയ്ത് യൂണിവേഴ്സിറ്റി നമുക്ക് തിരിച്ചു കിട്ടുക. പാലക്കാട് ജില്ലാ റഫ് ചെറിയ വോട്ടിൻ്റെ സാഹചര്യത്തിൽ തോൽവിയുണ്ടായി. ആ തോൽവിയുടെ എങ്ങനെയാണ് തോൽവി ഉണ്ടായെന്ന് നമ്മൾ പരിശോധിച്ച് നേതൃത്വത്തെ അറിയിച്ചു. ഇന്ന വ്യക്തികൾ കാരണമാണ് തോൽക്കാൻ സാഹചര്യം ഉണ്ടായത്. സാധാരണഗതിയിൽ നമ്മളൊരു വ്യക്തിയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാതി ഉന്നയിച്ചാൽ അത് അന്വേഷിക്കാനാണ് തയ്യാറാകേണ്ടത്. പക്ഷേ നേതൃത്വം ചെയ്തത് ഞാൻ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പാലക്കാട് ജില്ലയിൽ നിന്ന്, ഗൗജ വിജയകുമാർ, അതുപോലെ തന്നെ നിഖിൽ കണ്ണൂർ. ഞങ്ങൾ ആരും അറിയാതെ പല ഗ്രൂപ്പുകളും വന്നിട്ടാണ് ഈ പ്രഖ്യാപനം ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേതൃത്വത്തോട് പറഞ്ഞു, വീണ്ടും നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങളങ്ങനെ ഭീഷണിയും വെല്ലുവിളിയും ഇതായിക്കൊന്നുമല്ല, സംഘടന നല്ല രീതിയിൽ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ സമീപകാലത്തില്ലാത്ത ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഈ വർഷം ഉണ്ടായത്. ഏകദേശം 11ഓളം കോളേജുകളിൽ KSU യൂണിയൻ വിക്ടോറിയ കോളേജ് ഉൾപ്പെടുന്ന ഈ പറയുന്ന വ്യക്തിക്കെതിരെ നിരന്തരമായിട്ട് പരാതികൾ കഴിഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയെ വീണ്ടും KSUവിൻ്റെ ജില്ലാ ഭാരവാഹിയായി വ്യക്തിയെന്ന് പറയുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും, അതുപോലെ തന്നെ KSUവിൻ്റെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളത് ഇപ്പോൾ രാജിവെക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ നേതൃത്വമൊക്കെ ഇപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പരിശോധിക്കാമെന്നൊക്കെ പറഞ്ഞു. അത് പരിശോധിച്ച് ആ വ്യക്തി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല, അത് തുടർന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾ തുടരാൻ താല്പര്യമില്ല. ഈ വ്യക്തി DCC പ്രസിഡന്റ് തങ്കപ്പൻ്റെ അത് അങ്ങനത്തെ അത് ഇതിലൊരു ഗ്രൂപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യവും ഇതിലില്ല. ഇത് ഏത് വ്യക്തിൻ്റെ ആളാണ് അതൊന്നും നമുക്കറിയുന്നത്. പക്ഷെ ആ വ്യക്തിനെ കുറിച്ച് നമ്മൾ തെളിവ് സഹിതമാണ് അത് നിരന്തരമായ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ഇന്നൊരു ദിവസം അല്ലെങ്കിൽ ഇന്നൊരു പ്രഖ്യാപനം വന്നപ്പോഴല്ല, ഇങ്ങനൊരു പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഈ വ്യക്തിയെ പരിഗണിക്കരുത് എന്ന് പറഞ്ഞ നിരന്തരമായ പരാതികൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളതാണ്. നിതിൻ ഫാത്തിമ വിക്ടോറിയ കോളേജിൽ യൂണിവേഴ്സിറ്റി ആക്കാൻ പോലും അർഹതപ്പെട്ട ഒരാളല്ലെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയെ ജയിപ്പിക്കരുത് എന്ന് പോലുമുള്ള പ്രവർത്തനങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഉൾപ്പെടെ നമ്മളിത് മാസങ്ങളായിട്ട് ഈ വ്യക്തിക്കെതിരെ പരാതികളുമായിട്ട് പല നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ആ പരാതിയിന്മേൽ അന്വേഷണം പോലും തുടരാതെ അല്ലെങ്കിൽ അന്വേഷണം പോലും സ്റ്റാർട്ട് പോലും ചെയ്യാതെ കൊടുത്ത പരാതി പരിഗണിക്കുക കൂടെ ചെയ്യാതെയാണ് ഇങ്ങനൊരു നടപടി, ഇന്നൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ആ പല പരാതികളും അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിലാണോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഇത്രയും വലിയ യൂണിവേഴ്സിറ്റി യൂണിയൻ വിജയിക്കുന്ന സമയത്ത് നിതിൻ ഫാത്തിമ എന്ന വ്യക്തിയെ ചെയർപേഴ്സൺ ആക്കരുതെന്നും മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞ് ആ കുട്ടിയെ തോൽപ്പിക്കാനുള്ള പണിയെടുക്കുന്നു. അതുപോലെ ജില്ലാ റപ്പ് നമ്മുടെ അഭിഷേക് മത്സരിപ്പിച്ചപ്പോൾ 4 വോട്ടുകൾക്ക് തോൽപ്പിച്ചു കൊടുക്കുന്നു. ആ തോൽപ്പിക്കാനുള്ള നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയെ ആ ഒരു വിജയത്തിന് വിജയം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി യൂണിയൻ ജയിച്ച ശേഷം സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ല. ആ വിജയത്തിൻ്റെ ഇത് കഴിയുന്നതിന് മുൻപ് തോൽപ്പിക്കാൻ വിമത പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയെ ജില്ലാ ഭാരവാഹിയാക്കി ഞങ്ങളെ വെല്ലുവിളിക്കുന്നു. അതായത് ഈ ജില്ലയിൽ ഇത്രയും കാലം KSU കൊണ്ടു നടന്നിട്ടുള്ള ഇത്രയും യൂണിവേഴ്സിറ്റി യൂണിയൻ ഉൾപ്പെടെയുള്ള അതായത് യൂണിയനുകൾ 11ഓളം കോളേജ് യൂണിയൻ ഉൾപ്പെടെയുള്ള വലിയ വിജയങ്ങൾ നേടിയ ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഈ ഒരു ജില്ലാ കമ്മിറ്റിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാളെ ഭാരവാഹിയാക്കുന്നു. അത് ഞങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഞങ്ങൾ എത്രത്തോളം പറയാനുള്ള എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ഒരാളെ ഭാരവാഹിയാക്കരുത്, അത് സംഘടനയ്ക്ക് ദോഷം ചെയ്യും എന്ന് പറഞ്ഞിട്ടും അതൊന്നും പരിഗണിക്കുക കൂടെ ചെയ്യാതെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. അതിൻ്റെ പ്രതിഷേധം എന്ന നിലക്ക് തന്നെയാണ് നിഖിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ നിഖിൽ ഉൾപ്പെടെയുള്ള 21 ജില്ലാ ഭാരവാഹികളും ഞാനും അജാസും ഉൾപ്പെടെയുള്ള 2 സംസ്ഥാന ഭാരവാഹികളും ജില്ലയിൽ നിന്നുള്ള രാജ്യസന്നദ്ധത അറിയിക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഈ തീരുമാനമായിട്ട് ഇന്ന് വന്ന പ്രഖ്യാപനത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ സന്നദ്ധത മാറി അത് രാജി തന്നെ ആവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്ര നന്നായിട്ട് KSUവിൻ്റെ പ്രവർത്തനം ജില്ലയിൽ കൊണ്ടുപോകുന്ന പണിയെടുക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സംഘടന നശിപ്പിക്കുന്ന ഈ തീരുമാനത്തെ ഞങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ +1 വിഷയവുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയവരാണ്. നിരന്തരമായിട്ട് നിങ്ങളെല്ലാവരും കാണുന്നവരാണ്. ഞങ്ങൾ സമരമുഖത്തുള്ളവരാണ്. ഈ പറയുന്ന വ്യക്തി കുറച്ച് കാലങ്ങളായിട്ട് KSUവിൻ്റെ ഒരു സമരമുഖത്തുമില്ല. ഈ സമരമുഖത്തൊന്നും ഇല്ലാതെ ആരുടെ താല്പര്യമാണെന്നൊന്നും അറിയില്ല.
അപ്പോൾ ഞങ്ങൾ വീണ്ടും പറയുന്നത് ഈ വ്യക്തിയെ കൊണ്ട്, അത് മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വം, അതായത് KSU അല്ലെങ്കിൽ UDSF മുന്നണി തീരുമാനിക്കുന്ന മുന്നേ ഒരു വ്യക്തിയെ കൊണ്ട് നോമിനേഷൻ കൊടുത്തിട്ടില്ല. ആ നോമിനേഷൻ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള നേതൃത്വം എടുത്തൊക്കെ വലിയ എഫർട്ടാണ്. ആ നോമിനേഷൻ കൊടുത്തവരിനെ വീണ്ടും ഈ സ്ഥാനത്തേക്ക്, അങ്ങനെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് വെച്ച് സംഘടനയെ നശിപ്പിക്കാൻ പാലക്കാട് KSU തയ്യാറല്ല. അത് വീണ്ടും പറയുന്നത് പരിശോധിക്കണം. ഈ പരിശോധിച്ച് ഈ വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ഈ രാജ്യവുമായിക്കൊണ്ട് മറിച്ച് ഞങ്ങൾ സമാന്തര പ്രവർത്തനവുമായിക്കൊണ്ട് ഈ ജില്ലയിൽ തന്നെ ഞങ്ങൾ ക്യാമ്പസുകളും അതുപോലെ തന്നെ എല്ലാം സമാന്തര രാജിവെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു സമാന്തര കമ്മിറ്റിയുമായിട്ട് ഈ രാജിവെച്ച കുട്ടികളെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഭാരവാഹികളായിരിക്കുന്ന സമാന്തര കമ്മിറ്റിയുമായിട്ട് KSU പാലക്കാട് ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോകും. കാരണം ഈ പറഞ്ഞതുപോലെ നിതിൻ ഫാത്തിമയെ ചെയർപേഴ്സൺ ആക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു പാർട്ടി തീരുമാനം പറഞ്ഞ ഒരു ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി വരുന്നതിന് മുൻപ് ഒരു കോളേജിലെ ഒരു കുട്ടിയെ കൊണ്ട് വിമതമായി എല്ലാ പോസ്റ്റിലേക്ക് നോമിനേഷൻ കൊടുപ്പിച്ച് എങ്ങനെ സംഘടനയ്ക്ക് ദോഷം വരുത്താം എന്ന് മാത്രം ആലോചിച്ച് അതിന് നേതൃത്വം കൊടുത്ത ആളുകളെയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ്, നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് ഇന്ന് പ്രഖ്യാപിച്ച 6 പേരിൽ ഒരാളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് മാറ്റാതെ ഒരു തരത്തിലുള്ള സമന്വയത്തിനും ഞങ്ങൾ ആരും തയ്യാറല്ല. അത് മാറ്റുക എന്നുള്ളത് തന്നെയാണ്.